ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു സ്പെഷ്യൽ ലഞ്ചാണ്. അപ്പോൾ ലഞ്ചിന് വേണ്ടി ഞാൻ എടുത്തത് മട്ടനാണ് കേട്ടോ. 2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അത് വലിയ പീസായിട്ടാണ് മുറിച്ചത്. എല്ലോട് കൂടിയുള്ള മട്ടൺ ആയിരിക്കണം. അതുപോലെ തന്നെ കുറച്ച് നെയ്യിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ള പീസായിട്ടാണ് എടുത്തത് കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഞാനിതാ വലിയൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ കുറച്ച് ഹോൾ സ്പൈസസ് ആണ്. അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു 3 ഡ്രൈ ലെമൺ, പിന്നെ കുറച്ച് ഏലക്കായ്, പട്ട, ഗ്രാമ്പൂ, പിന്നെ മുഴുവനെയുള്ള കുറച്ച് കുരുമുളകും വേണം കേട്ടോ. അതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ വേണ്ടിയ ചിക്കൻ മാഗി ക്യൂബാണ്. 2 പീസാണ് എടുത്തിട്ട്. ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ടില്ല. ഇതിൽ ഉപ്പുണ്ടാവും. പിന്നെ വേണ്ടിയ വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം എടുത്ത് വെക്കുക കേട്ടോ. നാട്ടിലായതുകൊണ്ടാണ് ഞാൻ ഡബിൾ എടുക്കുന്നത്. നാട്ടിലത്തെ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ്. നമ്മൾ പുറത്തൊക്കെ ആകുമ്പോൾ സമയത്ത് ഗൾഫിലൊക്കെ ആകുമ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള വെള്ളം മതി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അളന്ന് ഡബിൾ എടുത്ത് വെച്ച വെള്ളത്തിൽ നിന്നാണ് കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ബാക്കി തിളപ്പിച്ച് വെക്കുക അരിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൽ എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആ അളവ് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ വെള്ളം ഡബിളായിട്ട് എടുത്ത് വെച്ചാൽ മതി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ തിളച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ റെഡിയാണ്. ഞാൻ മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവട്ടെ. അത് വേവണ നേരം കൊണ്ട് ഞാനിപ്പം ചിക്കൻ അൽഫാമും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ചിക്കൻ, ഓരോ കിലോ ഉള്ള 2 ചിക്കൻ ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്, സ്കിന്നോട് കൂടിയുള്ള ചിക്കന്. ഇനിയിപ്പോൾ വേണ്ടത് ഇതിലേക്ക് വേണ്ടി പാപ്രിക്കയാണ് കേട്ടോ. പാപ്രിക്ക പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ പാപ്രിക്ക ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇത് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. പിന്നെ വേണ്ടത് ഗാർലിക് പൗഡറാണ്. 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഗാർലിക് പൗഡർ എടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യുമിൻ പൗഡറാണ്. നല്ല ജീരകം പൊടിച്ച പൊടി. വറുത്തിട്ടോ അല്ലെങ്കിൽ ചൂടാക്കിയിട്ടോ പൊടിക്കുന്നതല്ല, പച്ചക്ക് പൊടിക്കുന്നതാണ്. 2 ടീസ്പൂൺ ചേർത്താണ്. പിന്നെ എൻ്റെ കയ്യിലിപ്പം ബാർബിക്യൂ സോസ് ഇല്ല. അപ്പോൾ പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോയ സോസ് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ബാർബിക്യൂ സോസിൻ്റെ ടേസ്റ്റിലേക്ക് വരും. പിന്നെ വേണ്ടി ചിക്കൻ മാഗി ക്യൂബ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഉപ്പ് ചേർക്കുന്നില്ല. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഒരു 2 ടീസ്പൂണോളം നമ്മൾ വിനെഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കളർ, ഒരു നുള്ള് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുത്താൽ മതി. പിന്നെ വേണ്ടിയ കുറച്ച് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഉപ്പൊക്കെ റെഡി അല്ലേ എന്നുള്ളത്. പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയും വേണം. ആദ്യം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ഇതിൽ മതിയാവില്ല, കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ക്യൂബ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും കിട്ടുന്ന ബ്രാൻഡിനനുസരിച്ച് ഉപ്പിൻ്റെ രസം, ഉപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കാവൂ. ഇനിയിപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒലിവ് ഓയിൽ വേണം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മളെ സൗദി സ്റ്റൈലിലുള്ള ഒതൻറ്റിക് ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ആ ഒരു സെയിം ഫ്ലേവറിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. പകരം നിങ്ങൾ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുതേ. ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ 2 ഭാഗത്തും ഞാൻ ഈ ചിക്കൻ്റെ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കിടത്തിയ രീതിയിലാണ് ചിക്കനെ ആക്കിയെടുത്തത്. അപ്പോൾ ചിക്കൻ നമ്മൾ വരഞ്ഞു കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട. മുഴുവനായിട്ട് ഇങ്ങനെ മസാല തേച്ച് കൊടുക്കുക. എന്നിട്ട് എത്രത്തോളം നിങ്ങൾക്കിത് വെക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ചാൽ അത്രത്തോളം ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ ഓവർനൈറ്റൊക്കെ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ 2 ചിക്കനും നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഓവനിൽ ബേക്ക് ചെയ്യാനുള്ള ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് താഴ്ഭാഗം ഒന്ന് സ്റ്റിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ആ കുറച്ചൊന്ന് ഓയിലൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇവിടെ 2 എണ്ണം ഒന്നിച്ച് വെക്കുന്ന വലിയ ട്രേ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ 2 ഒന്നിച്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ ഒരു പ്ലേറ്റിലുള്ള കുറച്ച് മസാല ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ഇതിൻ്റെ മേലെ തന്നെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒന്നും വേസ്റ്റ് ആക്കണ്ടില്ല. ആ ഒരു മസാല അതിൻ്റെ മേലെ തന്നെ ഒന്ന് തട്ടി കൊടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഗ്രില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓവനിൽ ഗ്രില്ല് ഓപ്ഷനുള്ള അതിലാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 230 ഡിഗ്രിയാണ് ഗ്രില്ലിൽ കൊടുത്തത്. പ്രീ ഹീറ്റഡ് ചെയ്തിട്ടുള്ള ഓവനാണ് കേട്ടോ. അതിൽ 1 ഹവറാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അത് അവിടെ നിന്ന് ആവട്ടെ. ഇപ്പോൾ 1 ഹവർ ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ അൽഫാമൊക്കെ ഇവിടെ റെഡി ആയിന്. മാഷാ അല്ലാഹ് ഭയങ്കര ആ ഒരു എന്താ പറയുക, നമ്മൾ സൗദിയിൽ നിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങണ സെയിം ടേസ്റ്റാണ്.
ഇനിയിപ്പോൾ ഞാനൊരു മിൻറ്റ് മാംഗോ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം മിൻറ്റ് ലീഫാണ് വേണ്ടിയത്. അതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഒരു 1/2 ടീസ്പൂണൊക്കെ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 2 3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ചെറിയ ടീസ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക. പകരം നിങ്ങൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ ചേർക്കരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും വേണം. ഒരു വലിയ സൈസുള്ള ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല മഷി പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മളെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഇത് അസ്ലങ്ക റെഡിയാക്കി തന്നതാണ്. ഇതിലിപ്പോൾ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തത്. 4 സാധനങ്ങളാണ് എടുത്തത്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചേർക്കാം കേട്ടോ. അതിലേക്ക് ഇതാ നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ച ഡ്രസ്സിങ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് വടിച്ച് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും പഞ്ചസാരയും എല്ലാം റെഡി അല്ലേ എന്നുള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിട്ടത് കറക്റ്റാണ്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. 1 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് കണ്ടില്ല. മട്ടൻ വെന്തണോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാകുകയെന്ന് വെച്ചാൽ ഈ ഒരു എല്ലിന്ന് ഈ മീറ്റ് ഇളകാൻ തുടങ്ങും. അത് കണ്ടാലാണ് നമുക്ക് മനസ്സിലാകുക നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ള. നല്ല പട്ടുപോലെ വേവിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഞാൻ ഈ പീസസ് ഇല്ല, ഈ വെന്ത പീസസ് മാറ്റിയെടുക്കുന്നുണ്ട്, വെള്ളം മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഇട്ട സ്പൈസസ് ഇല്ല, അത് ഊറ്റിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്കാക്കി ചോറിലും ഞാൻ ഈ സെയിം മസാല തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ഇറച്ചിൻ്റെ പീസൊക്കെ ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കോട് കൂടിയുള്ള മസാല ഇല്ല, അത് ഞാനൊരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ സ്റ്റോക്ക് വാട്ടർ മാറ്റി വെക്കണം. എന്നിട്ട് ഇത് അരിപ്പയിലുള്ള ഈ സ്പൈസസ് ഇല്ല, ഹോൾ സ്പൈസസ്, നാരങ്ങയും പട്ടയും ഗ്രാമ്പൂ ഏലക്കായും ഒക്കെ, അത് ഒന്ന് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കി ഞാൻ ചോറിലേക്കും അതന്നെ സെയിം സാധനം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് സ്റ്റോക്ക് ഇവിടെ മാറ്റി വെക്കുക, ഇതവിടെ മാറ്റി വെക്കുക, ചോറിലേക്കുള്ളതാണ്. ഇനിയിപ്പോൾ ചോറ് വെക്കുന്ന വലിയൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഓയിലാണ് വേണ്ടത്. ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു കൈപ്പിടി ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു അരമുറി ഇട്ടോ, അത്രയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ ഉള്ളിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് മാഗി ക്യൂബാണ്. നേരത്തെ നമ്മൾ 2 ആ ഒരു മട്ടൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. 2 ഞാൻ ഈ ചോറിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 2 പാക്കറ്റാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി ഇത് ആ ഒരു മാഗി ക്യൂബൊക്കെ നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വരണം കേട്ടോ. നന്നായിട്ട് അലിഞ്ഞ് ആ ഒരു ഇതിൽ മിക്സായിട്ട് വരണം. അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ചൂടാവുന്നതിനനുസരിച്ച് അത് അലിഞ്ഞ് വരും കേട്ടോ. അതിങ്ങനെ ആ ഒരു ചിക്കൻ ക്യൂബ് ചൂടാകുമ്പോൾ അതിങ്ങനെ അലിഞ്ഞ് വന്നോളൂ. ഇതിപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത സാധനങ്ങളില്ലേ, അത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. അതിൻ്റെ വെള്ളത്തോട് കൂടി ഞാൻ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത് അതിൽ തന്നെ ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് വാട്ടറും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ നേരത്തെ ആ ഒരു ജഗ്ഗിൽ ബാക്കിയുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചതാണ്. നല്ല തിളച്ച വെള്ളമാണ്, അതും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ റെഡി അല്ലേ എന്നുള്ളത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ അത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മന്തി റൈസാണ് കേട്ടോ. അത് സെല്ല ബസ്മതി റൈസാണ്. ഒരു അരമണിക്കൂർ മുമ്പേ ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതാണിത്. അപ്പോൾ ആ ഒരു റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ മെഷർമെൻറ്റും താഴെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷനിലും കൂടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതി കാണിക്കണമെന്ന് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കുറച്ച് ആൾക്കാർ പറയലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇതൊന്ന് ഇൻഗ്രീഡിയൻസ് എഴുതിക്കൂടെ എന്നുള്ള. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എല്ലാം ഞാൻ ഒരാൾ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാം കൂടെ എനിക്ക് നടക്കാത്തത് കേട്ടോ. അതുകൊണ്ടാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ചെറിയ തീയിലാക്കി സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം ഒന്ന് വെള്ളം വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കാം. എന്നിട്ട് ഇതാ റോസ് വാട്ടർ ഒരു ടീസ്പൂൺ മതി. ആ റോസ് വാട്ടർ 2 ഗ്ലാസ്സിലാക്കിയിട്ട് യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഇതാ അത് 2 ഭാഗത്തായിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ചുവപ്പും മഞ്ഞയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് മട്ടൻ പീസുകളില്ല, അത് ഒന്ന് കുറച്ച് മതി, മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. കുറച്ച് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു റൈസിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഈ ഒരു മട്ടൻ്റെ ഫ്ലേവറും ഒന്ന് ഒന്നിച്ച് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്നും കൂടെ ഒന്ന് ബേക്ക് ചെയ്യല്ല, സോറി, ഒന്ന് ദം ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റോളം ചെറിയ സിമ്മിലിട്ടിട്ട് ദം ചെയ്തതിന് ശേഷമാണിത്. ഇനിയിപ്പോൾ ഈ ഒരു മട്ടൻ്റെ പീസസ് മാറ്റിയെടുക്കട്ടെ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഒന്ന് ഓയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് സ്മോക്കി ഫ്ലേവറൊക്കെ അതും കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ന് സ്മോക്കി ഫ്ലേവർ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആ ഒരു പീസസൊക്കെ ഒന്ന് വേറെ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റൈസൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ, എന്നാലാണ് മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വേവണം. അതുപോലെ തന്നെ അരിയൊന്നും പൊട്ടിപ്പോവാനും പാടില്ല. ഞാനെപ്പോഴും പറയുന്നതാണ്, ആ ഒരു റൈസ് ബിരിയാണി ആയാലും മന്തി ആയാലും എന്തുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അരി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ വെന്തെന്നല്ല, നമ്മൾ കഴുകണ സമയത്തൊക്കെ ഒരുപാട് കൈയിട്ട് ഇളക്കി മിക്സാക്കിയൊക്കെ കഴിഞ്ഞാൽ ആ ഒരു അരി പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോകാൻ പാടില്ല, മുഴുവനായിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആ ഒരു സ്പൈസസിൻ്റെ ബോക്സ് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നല്ല ചൂട് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങളൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നല്ല സ്റ്റിഫായിട്ട് തന്നെ അരിയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ അടിപൊളിയായിട്ടുള്ള മട്ടൻ മന്തി ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ഞാനിത് വിളമ്പണ പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ കുത്തി വെച്ചിട്ട് അതിന് ആ ഒരു ഫ്ലേവറൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന്. ഞാൻ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള മന്തികൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഓൾമോസ്റ്റ് ഏകദേശം എന്താ പറയുക ഒരു സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാം ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് വരിക. ഇപ്പോൾ അതെല്ലാം ഞാനിവിടെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.